അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 16 ചൊവ്വാഴ്ച. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഡെയിലി ഹണ്ട് നടത്തിയ ടെസ്റ്റ് ഓഫ് ദി നേഷൻ സർവേ. 11 ഭാഷകളിലായി ഓൺലൈനിലൂടെ നടന്ന സർവേയിൽ 77 ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുത്തത്. സർവേയിൽ പങ്കെടുത്ത 64% ആളുകളും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. 2024 NDA സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത 63% ആളുകളും നിരീക്ഷിച്ചത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി മികച്ച നേതാവായി സർവേയിൽ ഭാഗമായവർ നിരീക്ഷിച്ചപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയുമായി വലിയ വ്യത്യാസമുണ്ടാക്കാൻ നരേന്ദ്രമോദിക്കായില്ല. സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ലക്നൌ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയാണ് 1ാം റാങ്ക് നേടിയത്. അനിമേഷൻ പ്രധാൻ 2ാം റാങ്കും ഡൊനൂരു അനന്യ റെഡ്ഡി 3ാം റാങ്കും നേടി. എറണാകുളം സ്വദേശിയായ PK സിദ്ധാർത്ഥ് രാംകുമാറിനാണ് 4ാം റാങ്ക്. സിദ്ധാർത്ഥ് രാംകുമാറിന്റെ 4ാമത്തെ സിവിൽ സർവീസ് നേട്ടമാണിത്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചത് സംസ്ഥാന സർക്കാരാണെന്നും പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, തെരഞ്ഞെടുപ്പായതുകൊണ്ട് പറയുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുവന്നൂർ ബാങ്ക് സാധാരണ നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പിൽ പിന്നാക്കം പോവില്ലെന്നും ഞങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ജനം പണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നില്ലെന്നത് ശുദ്ധ അസംബന്ധമാണ്. ED, CBI, ആദായനികുതി വിഭാഗങ്ങളുടെ പ്രവർത്തനം പ്രത്യേക ഉദ്ദേശത്തോടെയാണെന്നും BJP ഇതര കക്ഷികൾക്കെതിരെ എന്ത് ചെയ്യാമെന്ന് ഗവേഷണം നടത്തുകയാണ് അവരെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴി അതിജീവിതയ്ക്ക് നൽകുന്നതിനെതിരായ ദിലീപിന്റെ ഹർജി ഉത്തരവിനായി മാറ്റി. തന്റെ എതിർപ്പ് രേഖപ്പെടുത്താതെയാണ് സിംഗിൾ ബെഞ്ച് അതിജീവിതയ്ക്ക് സാക്ഷിമൊഴി പകർപ്പ് നൽകാൻ ഉത്തരവിട്ടതെന്ന് ദിലീപ് കോടതിയെ അറിയിച്ചു. എന്നാൽ കോടതി ഉത്തരവിനെ എതിർക്കാൻ പ്രതിക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് അതിജീവിതയുടെ അഭിഭാഷകൻ ചോദിച്ചു. നടിയുടെ ഉപഹർജിയിൽ ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിലെ മൊഴികളുടെ പകർപ്പ് നടിക്ക് നൽകാൻ സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു. എന്നാൽ അതിജീവിതയുടെ ഹർജി തീരുമാനമെടുത്ത് തീർപ്പാക്കിയ ശേഷം വീണ്ടും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സിംഗിൾ ബെഞ്ചിന് ആകില്ലെന്നാണ് ദിലീപിന്റെ ഹർജിയിൽ പറയുന്നത്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയോട് ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഹാജരാകാതിരുന്നതിനാൽ വീണ്ടും നോട്ടീസ് അയച്ച് ED. ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ച് മറുപടി നൽകിയെന്നാണ് വിവരം. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ CMRL നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ED പരിശോധിക്കുന്നത്. CMRL ജീവനക്കാർക്ക് മണിക്കൂറുകൾ നീണ്ട EDയുടെ ചോദ്യം ചെയ്യൽ. CMRL കമ്പനി CFO സുരേഷ് കുമാർ, സീനിയർ മാനേജർ ചന്ദ്രശേഖരൻ, സിസ്റ്റംസ് ചുമതലയുള്ള അഞ്ജു എന്നിവരെയാണ് ED ഇന്നലെ വിളിച്ച് വരുത്തിയത്. ഇന്നലെ രാവിലെ 10 മണിയോടെ കൊച്ചി ED ഓഫീസിൽ ഹാജരായ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഉച്ചയോടെയാണ് തുടങ്ങിയത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി രാത്രിയോടെ ഇവരെ വിട്ടയക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അതുണ്ടായിട്ടില്ല. രാത്രി വൈകിയും പുലർച്ചെയും ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ കേരളത്തിനുള്ള വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തോട് BJP ചെയ്തത് എന്താണെന്ന് ജനം മറക്കില്ല. കേരളത്തിന് ഒരു കൈത്താങ് പോലും പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്രം നൽകിയില്ല. സംസ്ഥാനത്തിന്റെ അവകാശമായ പ്രത്യേക സഹായവും പ്രത്യേക പാക്കേജും വികസന പദ്ധതികളും എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ ചോദിച്ചിട്ടും ഒന്നും ലഭിച്ചില്ലെന്ന് അദ്ദേഹം കോഴിക്കോട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പറഞ്ഞു. കള്ളവോട്ട് തടയാൻ നടപടി ആവശ്യപ്പെട്ട് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഹൈക്കോടതിയിൽ. മരിച്ചവരുടെയും വിദേശത്തുള്ളവരുടെയും വോട്ട് മുൻ വർഷങ്ങളിൽ CPM പ്രവർത്തകർ ചെയ്തിട്ടുണ്ടെന്ന് ഷാഫി ആരോപിച്ചു. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താൻ മുഴുവൻ ബൂത്തുകളിലും വീഡിയോഗ്രാഫി വേണമെന്നും പാനൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ വേണമെന്നും എല്ലാ ബൂത്തിലും കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ ആരോപണവുമായി BJP. സുപ്രീം കോടതി അഭിഭാഷകൻ ജയ് ആനന്ദ് ദഹദ്രായ് ഉന്നയിച്ച ആരോപണമാണ് BJP ഏറ്റെടുത്തത്. 2022 ഒക്ടോബറിൽ ദില്ലിയിലെ ഹോട്ടലിൽ ശശി തരൂർ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് ആക്ഷേപം. സംഭവം മൂടിവെക്കാൻ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രമിച്ചെന്നും ദഹദ്രായ് ആരോപിക്കുന്നുണ്ട്. ദഹദ്രായുടെ ആക്ഷേപം ഏറ്റെടുത്ത BJP നേതാവ് അമിത് മാളവ്യ ശശി തരൂർ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു. റോഡിൽ കയർ കെട്ടിയുള്ള ഗതാഗത നിയന്ത്രണം പാടില്ലെന്ന DGPയുടെ സർക്കുലർ പോലീസ് പാലിച്ചിരുന്നില്ലെന്ന് ആരോപണം. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം 2018 അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയാണ് റോഡിന് കുറുകെ കയർ കെട്ടരുതെന്ന് നിർദ്ദേശിച്ച് സർക്കുലർ ഇറക്കിയത്. അന്ന് കയറിൽ കുരുങ്ങിയുള്ള അപകടത്തിൽ മാധ്യമപ്രവർത്തകനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി റോഡിൽ കെട്ടിയ കയറിൽ കുരുങ്ങി വടുതല സ്വദേശി മനോജ് ഉണ്ണിയാണ് കൊച്ചി വളഞ്ഞമ്പലത്ത് കഴിഞ്ഞ രാത്രിയിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. അപകട കാരണം പോലീസിന്റെ അനാസ്ഥയാണെന്ന് കുടുംബം ആരോപിച്ചു. എന്നാൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് പോലീസും വ്യക്തമാക്കി. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ പ്രൊഫോമ തയ്യാറാക്കുന്നതിൽ വീഴ്ച ഉണ്ടായില്ലെന്നും ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടാൽ മാത്രമാണ് റിപ്പോർട്ട് നൽകുന്നതെന്നും DGP ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സിദ്ധാർത്ഥിന്റെ മരണത്തിലെ അന്വേഷണം CBIക്ക് കൈമാറുന്നതിൽ കാലതാമസം വരുത്തിയെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു DGP. വിശദീകരണം നൽകുന്നതുകൂടാതെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. വിശദീകരണം നൽകിയതല്ലാതെ ഉദ്യോഗസ്ഥരുടെ പേരുകളൊന്നും DGP നൽകിയിട്ടില്ല. പ്രശസ്ത സംഗീതജ്ഞൻ KG വിജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. നടൻ മനോജ് K ജയൻ മകനാണ്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ നവതി ആഘോഷിച്ച KG ജയൻ സംഗീത ജീവിതത്തിന്റെ 63ാം വർഷത്തിലേക്ക് കടന്നിരുന്നു. ജയവിജയ എന്ന പേരിൽ ഇരട്ട സഹോദരനൊപ്പം നിരവധി കച്ചേരികൾ നടത്തിയിരുന്നു. സിനിമ ഭക്തിഗാനങ്ങളിലൂടെ കർണാടക സംഗീതത്തെ ജനകീയനാക്കിയ KG ജയനെ 2019 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 6:30 മൃതദേഹം വീട്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നാളെ വൈകിട്ട് നടക്കും. സെക്ഷൻ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുതെന്ന് KSEB. വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ റെക്കോർഡ് വർധനവ് കാരണം ഫ്യൂസ് പോയും ഫീഡറുകൾ ട്രിപ്പായും ചിലയിടങ്ങളിലെങ്കിലും വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടുതലും സംഭവിക്കുന്നത് രാത്രി AC-യുടെ ഉപയോഗം വർദ്ധിക്കുന്ന സമയത്താണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ജീവനക്കാരുമായി സഹകരിക്കണമെന്ന് KSEB അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഉച്ചഭക്ഷണത്തിന് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ബാധകമല്ലെന്ന ഉത്തരവിറക്കി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളുടെ ഉച്ചഭക്ഷണം ഒരു ബിസിനസ് അല്ലെന്നും അതിനാൽ സുരക്ഷ ആവശ്യമില്ലെന്നുമാണ് ഉത്തരവിൽ പറയുന്നത്. ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് KSU ആവശ്യപ്പെട്ടു. പത്തനംതിട്ട മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് സിനഡ്. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ നിശബ്ദത പാലിച്ച ആളാണ് പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയെന്ന് നേതൃത്വം ആരോപിച്ചു. സ്വതന്ത്ര പെന്തക്കോസ്റ്റ് സഭകൾ ഉൾപ്പെടെ ചേരുന്നതാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് സിനഡ്. പത്തനംതിട്ട മണ്ഡലത്തിൽ വിശ്വാസികളായി 1 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ഇവരെ പ്രതിനിധീകരിച്ചാണ് ഭാരവാഹികൾ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത്. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടാളേണ്ട. സ്വർണം KSFയിലുണ്ടാക്കി അല്ല പിന്നെ സ്വർണ്ണവിലക്കിലിങ്ങണല്ലോ. KSFE മാക്സ് ഗോൾഡ് ലോൺ ഇപ്പോൾ സ്വർണ്ണവിലയുടെ 90% വായ്പയായി ലഭിക്കുന്നു. മാക്സിമം കയ്യിൽ കിട്ടുമ്പോൾ മറ്റെവിടെ പോകാൻ? ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ 4 മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ആശങ്കാജനകമാണെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. ബന്ദികളായവരെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഊർജിതമായ നയതന്ത്ര ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. UAEയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട MSC ഏരിയസ് എന്ന കപ്പലാണ് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം പിടിച്ചെടുത്തത്. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ രാജ്യത്തെ പൊതുവികസന പദ്ധതികൾ തടസ്സപ്പെടുത്താൻ വിദേശ ശക്തികൾ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾക്കും ട്രസ്റ്റുകൾക്കും പണം നൽകുന്നുവെന്ന് ആദായനികുതി വകുപ്പിന്റെ ആരോപണം. സന്നദ്ധ സംഘടനയായ എൻവിറോണിക്സ് ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ED സത്യവാങ്മൂലം സമർപ്പിച്ചത്. വിദേശ ശക്തികൾ എൻവിറോണിക്സ് ട്രസ്റ്റിന് പണം നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ട്രസ്റ്റിന് ലഭിക്കുന്ന പണത്തിന്റെ 90% വിദേശത്തു നിന്നാണെന്നും ആദായനികുതി വകുപ്പ് സുപ്രീം കോടതിയെ അറിയിച്ചു. ചോദ്യം ചെയ്യലിനും മൊഴിയെടുക്കുന്നതിനും ഭൗമികമായ സമയങ്ങൾ പാലിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകി മുംബൈ ഹൈക്കോടതി. ഉറങ്ങുക എന്നത് മനുഷ്യന്റെ സാധാരണമായ ആവശ്യങ്ങളിലൊന്നാണ്. അതിനെ അനുവദിക്കാത്തത് മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ബോംബെ കോടതി വ്യക്തമാക്കി.
കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തയാളെ രാത്രി 10 മണി മുതൽ പുലർച്ചെ 3 മണി വരെ മൊഴി എടുത്തതിനെതിരായ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശ്രീനഗറിലെ ജലം നദിയിലുണ്ടായ ബോട്ട് അപകടത്തിൽ 6 പേർ മരിച്ചു. കാണാതായവർക്കുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സേനയോടൊപ്പം കരസേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബോട്ടിൽ 20 പേർ ഉണ്ടായിരുന്നതായി അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴ കാരണം ജലനിരപ്പ് ഉയർന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബാന്ദ്ര വെസ്റ്റിലുള്ള ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വസതിക്ക് പുറത്ത് വെടിയുതിർത്ത 2 പേരെ മുംബൈ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി ഗുജറാത്തിലെ ഭുജിൽ നിന്നാണ് വെടിവെപ്പിൽ പങ്കാളികളെന്ന് സംശയിക്കുന്ന 2 പേരെ പിടികൂടിയത്. അറസ്റ്റിലായ വിക്കി ഗുപ്ത, സാഗർ പാൽ എന്നിവരെ കൂടുതൽ അന്വേഷണത്തിനായി മുംബൈയിലേക്ക് കൊണ്ടുവരുമെന്ന് മുംബൈ പോലീസ് അറിയിച്ചു. UAEയിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് രാവിലെയും UAEയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു. നാളെ വരെ UAEയിൽ അസ്ഥിര കാലാവസ്ഥയായിരിക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഒമാനിൽ കനത്ത മഴയെ തുടർന്ന് ഒരു മലയാളി മരണപ്പെട്ടു. അടൂർ കടമ്പനാട് സ്വദേശി സുനിൽകുമാറാണ് ജോലി സ്ഥലത്ത് വെച്ച് മതിലിടിഞ്ഞ് വീണ് മരിച്ചത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ പതഞ്ജലി ആയുർവേദയുടെ ബാബ രാംദേവും ആചാര്യ ബാലകൃഷ്ണനും ഭാവിയിൽ ഈ തെറ്റ് ആവർത്തിക്കില്ലെന്ന് കൂപ്പുകൈകളോടെ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ ബാബ രാംദേവ് അത്ര നിഷ്കളങ്കനല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അലോപ്പതി ഉൾപ്പെടെ മറ്റ് ചികിത്സാ രീതികളെ വിമർശിക്കാവൂ എന്ന് ഇരുവരോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇരുവരുടെയും മാപ്പ് അംഗീകരിക്കുന്നുവോ നിരാകരിക്കുന്നുവോ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല. ഏപ്രിൽ 23-ന് ഇരുവരോടും ഹാജരാകാൻ സുപ്രീം കോടതി അറിയിച്ചു. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്, സ്വർണ്ണവിലയിൽ വർധനയും. സ്വർണ്ണവില ആദ്യമായി 54,000 കടന്നു. ഇന്ന് 720 രൂപ വർദ്ധിച്ച് 54,360 രൂപയിലെത്തി നിൽക്കുകയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 90 രൂപയാണ് വർദ്ധിച്ചത്. 6,795 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെ ഔൺസിന് $2,358 രാജ്യാന്തര സ്വർണ്ണവില ഇന്ന് $2,387 ഉയർന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയായ 83.51 ഇടിഞ്ഞതുമാണ് കേരളത്തിലെ സ്വർണ്ണവിലയെയും സ്വാധീനിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.